ഹിസ്ബുള്ള ഭീകരന്മാർക്ക് സർവനാശം വിതച്ച ഇസ്രായേലിന്റെ ആക്രമണം. ലബനനിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇസ്രായേലി സേന നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നിരവധി ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി അലി ദാവൂദിനെ ഇസ്രായേലി സേന വധിച്ചതായി IDF അവകാശപ്പെടുന്നു. ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തിന്റെ തിരിച്ചുവരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് അലി ദാവൂദ്. ഹിസ്ബുള്ളയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേധാവി, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവനാണ് അലി ദാവൂദ്. അലി ദാവൂദ് സഞ്ചരിച്ചിരുന്ന വാഹനം കൃത്യമായി കണ്ടെത്തുകയും ആ വാഹനത്തിന് നേരെ വ്യോമ ആക്രമണം നടത്തുകയുമായിരുന്നു ഇസ്രായേലി സേന. ആക്രമണത്തിൽ ആ വാഹനം തവിടുപൊടിയായി എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ളയുടെ പുതിയ ഓപ്പറേഷൻ സെന്ററുകളും ഹിസ്ബുള്ളയുടെ പുതിയ ആയുധ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു അലി ദാവൂദിന് ഉണ്ടായിരുന്നത്. ഹസൻ നസറുള്ള എന്ന കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാവ്, തലവനായിരുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തരിൽ ഒരാളായിരുന്നു അലി ദാവൂദ്. അലി ദാവൂദ് കുറെ കാലം ഒളിവിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1-2 മാസക്കാലമായി തെക്കൻ ലെബനനിൽ പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നാണ് IDF വ്യക്തമാക്കുന്നത്. അലി ദാവൂദിനെ കണ്ടെത്താൻ വേണ്ടി നിരവധി പരിശ്രമങ്ങൾ ഇസ്രായേലി സേന നേരത്തെ മുതൽ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അലി ദാവൂദിന്റെ കൃത്യമായ ഒളിയിടം കണ്ടെത്തുകയും അലി ദാവൂദ് തെക്കൻ ലെബനനിലെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നത് കൃത്യമായി ഇസ്രായേലിന്റെ ചാര സേന കണ്ടെത്തുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ വ്യോമസേന അലി ദാവൂദ് യാത്ര ചെയ്ത വാഹനത്തിന് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഇസ്രായേലി സേനയുടെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ചു എന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത്. തെക്കൻ ലെബനനിലും പരിസര പ്രദേശങ്ങളിലും ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായിരുന്നു അലി ദാവൂദ്. അലി ദാവൂദിനെ വധിച്ചതോടുകൂടി തന്നെ ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിന്റെ പ്രധാനപ്പെട്ട ഒരു കുന്തമുനയെ തന്നെ ഇല്ലാതാക്കിയെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കമാൻഡറെ കൂടി ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം വധിച്ചു. ഹിസ്ബുള്ളയുടെ ആയുധ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന അലി നൂർ എൽദിനായിരുന്നു പ്രധാനപ്പെട്ട റോക്കറ്റ് വിഭാഗത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിന്റെ ഭാഗമായി തെക്കൻ ലെബനനിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് ഹിസ്ബുള്ള നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ സഹായം ലഭിച്ചിരുന്നത് ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നുമായിരുന്നു. ഇറാന്റെ സഹായവും അതുപോലെ തന്നെ സിറിയയിൽ നിന്നുള്ള ആയുധക്കടത്തുകാരുടെ സഹായത്തിന്റെയും അടിസ്ഥാനത്തിൽ തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആയുധ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ, മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുകയായിരുന്നു ഈ എൽദിന്റെ പ്രധാനപ്പെട്ട ചുമതല. 24 മണിക്കൂറിനിടയിലെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 2 പ്രധാനപ്പെട്ട കമാൻഡർമാരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. ഹിസ്ബുള്ളയുടെ നിരവധി ഭീകരന്മാർ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലുള്ള ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. നമുക്കറിയാം, 2024 മെയ് മാസത്തിൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോഴും ഏകദേശം 2000-ലധികം തവണയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. ഇത് കടുത്ത വെടിനിർത്തൽ ലംഘനമാണ് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് ഒരു തരത്തിലും ഇസ്രായേലി സേന അംഗീകരിക്കുന്നില്ല. കാരണം ഇസ്രായേലി സേനയുടെ അഭിപ്രായത്തിൽ എപ്പോഴൊക്കെയാണോ ഇസ്രായേലിന് നേരെ ഭീകരപ്രവർത്തനം നടത്താൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നത് ആ സമയത്ത് മാത്രമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കൃത്യമായ ഭീകരവിരുദ്ധ പ്രവർത്തനമാണ് എന്നാണ് ഇസ്രായേലി സേനയുടെ അഭിപ്രായം. എന്തായാലും 2023 ഒക്ടോബർ മാസം 7-ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരംഭിച്ചത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരവധി റോക്കറ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും നിരന്തരമായി ഹിസ്ബുള്ള നടത്തി വന്നു.
ഒരു ഘട്ടത്തിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേലി സേന യുദ്ധം ആരംഭിച്ചു. 65 ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ യുദ്ധമാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയത്. ആ യുദ്ധത്തിനിടയിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തകർത്തു. ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രുള്ളയെ വധിച്ചു. ഹസൻ നസ്രുള്ള അടക്കം ഹിസ്ബുള്ളയുടെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കന്മാരെ ഒന്നടങ്കം വധിക്കാൻ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് മറ്റ് ഗത്യന്തരമില്ലാതെ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കി വെടിനിർത്തലിന് വേണ്ടി കെഞ്ച് താണുകേണ അപേക്ഷിക്കുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത്. ഒടുവിൽ പിന്നാലെ ഇറാന്റെ സഹായത്തോടുകൂടി, സിറിയയിൽ നിന്നുള്ള ആയുധ സഹായത്തോടുകൂടി പതിയെ തലപൊക്കാൻ തുടങ്ങി ഹിസ്ബുള്ള. പതിയെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഓപ്പറേഷൻ സെന്ററുകളും അതുപോലെ തന്നെ ആയുധ കേന്ദ്രങ്ങളും സ്ഥാപിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ആ ആക്രമണങ്ങളിലാണ് നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരും നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്.